വെജിറ്റബിൾ ശൈവ കൃഷി ആൻഡ് ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും വിളവെടുപ്പ് വീഡിയോയിലേ ചെയ്യാറ്. ഇന്ന് അതിന് ചെറിയ ഒരു മാറ്റമുണ്ട്. വിളവെടുപ്പിനോടൊപ്പം ഒരു പാചകം കൂടി ആയാലോ? ഇന്ന് മാങ്ങയാണ് വിളവെടുക്കുന്നത്. അതുകൊണ്ട് ഒരു മാങ്ങ അച്ചാറായാലോ? ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോ ആണ് ചെയ്യാറ്. ഇന്ന് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ആദ്യം തന്നെ മാങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണങ്ങാൻ വെക്കണം. തുണിയിലൊക്കെ തുടച്ചെടുക്കണം. പിന്നീട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഇത് കുറച്ച് മഞ്ഞ കളറുള്ള മാങ്ങയാണ്. ഇത് ഏകദേശം പഴുക്കാറായിന്. നല്ല മഴയായതുകൊണ്ട് പഴുത്താലും മാങ്ങയിൽ പുഴു ഉണ്ടാവും. അതുകൊണ്ട് അച്ചാറാക്കാമെന്ന് വിചാരിച്ചു. കഷ്ണങ്ങളൊക്കെ മുറിച്ചതിന് ശേഷം ചെറിയ ബോട്ടിലാക്കി സൂക്ഷിക്കണം. ഇത് ഒരു രാത്രി വെച്ചതിന് ശേഷം പിറ്റേത്തെ ദിവസമാണ് നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. ബോട്ടിലെല്ലാം ആക്കിയതിന് ശേഷം കട്ട ഉപ്പ് ഇട്ട് വെക്കണം. ഇത് കുറച്ചധികം ഉള്ളത് കൊണ്ട് ഞാൻ 2 ബോട്ടിലാണ് ആക്കുന്നത്. നിങ്ങളൊക്കെ മാങ്ങ അച്ചാർ ഉണ്ടാക്കി കാണുമല്ലോ. ഇത് 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ അതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാത്തത് കൊണ്ട്. മാങ്ങയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുക. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയാലോ? ഇന്നലെ ഇട്ട് വെച്ച മാങ്ങ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഗ്യാസിൽ വെച്ച് കത്തിച്ച് അതിലെ വെള്ളം നല്ല രീതിയിൽ വറ്റിക്കുക. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എള്ളെണ്ണയാണ് എടുക്കുന്നത്. എണ്ണയിൽ വഴറ്റാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ആവശ്യമുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് വെറുതെ ചൂടാക്കി അതിലെ വെള്ളം വറ്റിക്കുക. അതിനുശേഷം കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് അതും നല്ല രീതിയിൽ വെള്ളം വറ്റിക്കുക. ഈ പാത്രത്തിലെ വെള്ളം മൊത്തം വറ്റിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് എള്ളെണ്ണ ഒഴിക്കാൻ പാടുള്ളതുള്ളൂ. അച്ചാർ കുറച്ച് കാലം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ വെള്ളം തട്ടിക്കാതെ വേണം ഇതുണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇതിലെ വെള്ളം ഇങ്ങനെ വഴറ്റി എടുക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ഒരിക്കലും കരിയാൻ പാടില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ മാത്രമേ ഇത് വഴറ്റാൻ പാടുള്ളൂ. നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇത് വെച്ച് എവിടെയും പോകാൻ പാടില്ല. അപ്പോഴേക്കും അത് കരിഞ്ഞു പോകും. ഇത് ഏകദേശം വഴറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ചതിന് ശേഷവും വഴറ്റി ബ്രൗൺ കളർ വരുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ബ്രൗൺ കളർ വന്നതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ഇടുക. മുളക് പൊടി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ജീരകപ്പൊടിയും ഇടുക. പിന്നെ കടുക് നമ്മൾ മിക്സിയിൽ പൊടിച്ചതിന് ശേഷം അതും ഇതിലേക്ക് ഇടുക. ഇതെല്ലാം കൂടി പിന്നെയും നല്ല രീതിയിൽ ഇളക്കുക. എണ്ണ കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി എള്ളെണ്ണ അതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി നന്നായി വഴറ്റുക. ഇതും കരിയാൻ പാടില്ല. ഇതും ചെറു തീയിൽ മാത്രമേ വഴറ്റാൻ പാടുള്ളൂ. അതിനുശേഷം ഈ മിശ്രിതം മാങ്ങയിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കുക. ചൂടാറിയാൽ മാത്രമേ ഇതിലേക്ക് അല്പം വിനാഗിരി ഒഴിക്കാൻ പാടുള്ളൂ. വിനാഗിരി ഒഴിച്ചാൽ അച്ചാർ കുറച്ചുകൂടി കാലം കേടുകൂടാതെ നിൽക്കുന്നതാണ്. ഇത് കേടുകൂടാതെ നിൽക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക.